ഒരു വൃതാവായി പറഞ്ഞതല്ല, ഒരു തോന്നലല്ല. ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിനറിയാം. ആത്മാർത്ഥമായി പറയാ, വാക്കു മാറാത്തവൻ അവൻ പുനരുദ്ധാരമാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. എല്ലാവരെയും കഥാവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും കഥാവ് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരം തച്ചോട്ടുകാവ് ഭാഗത്തു നിന്നൊരു ഫാമിലി ഉണ്ട്. ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പേര് വെളിപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അവർ ദൈവസന്നിധിയിൽ ചെയ്തതിന് അനേകം പേർ കഥാവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആ കുടുംബത്തിന് ദൈവം നൽകുവാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം കണ്ണുകളും മൂടി ആ കുടുംബത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കഥാവെ, ആ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം കഥാവെ അനേകർ കഥാവിൻ്റെ ഭവനങ്ങളിലിരുന്ന് ശ്രവിക്കുമ്പോൾ അതിന് മുഖാന്തരമായി തീർന്ന ആ കൊച്ചു കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ പ്രിയദാസനായി ദാസിക്കായി തൻ്റെ മകനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ആ കുടുംബത്തിന്മേൽ ഇറങ്ങട്ടെ. അവിടെ സകല വിഷയങ്ങൾക്കകത്തും സ്വർഗത്തിലെ ദൈവം പരിഹാരമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നേരിടുന്ന സകല വിഷയങ്ങൾക്കും കഥാവ് പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവെ, പ്രത്യേകിച്ച് കഥാവെ, ഹല്ലേലൂയ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, സമാധാനത്തോടെ കഥാവ് ആ കുടുംബത്തെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പഠന മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ദൈവികമായ അനുഗ്രഹങ്ങളും ഉയർച്ചയും ആ മകനും പ്രാപിച്ചെടുക്കട്ടെ. കഥാവ്, ദൈവനാമത്തിൽ പ്രിയ മക്കൾ കഥാവെ അനേകം പേരുടെ മധ്യത്തിൽ ദൈവനാമം കഥാവെ പ്രഘോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആ കുടുംബത്തിന് ലഭിക്കട്ടെ. ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകൾക്കകത്തും ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കഥാവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രത്യേകാൽ കഥാവ് തുറന്ന് വചനം കേൾക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിനകത്ത് വിടുതലിന് കാരണമായി തീരട്ടെ. എല്ലാവരെയും കഥാവ് ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രത്യേകം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. വളരെ നാളുകൾക്ക് ശേഷം, ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മീറ്റിംഗ് കൊല്ലത്തും തൃശ്ശൂരും നമ്മൾ പുനരാരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന ഡിസംബർ 4-ാം തീയതി ശനിയാഴ്ച കൊല്ലം ചിന്നക്കട ഭാഗത്തുള്ള വരിഞ്ഞം ടവറിൽ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് വരുന്ന ഡിസംബർ 4-ാം തീയതി രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ കൊല്ലം ഭാഗത്തുള്ള ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഈ പ്രെയർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ആ മീറ്റിങ്ങിന് പങ്കെടുക്കുവാനുള്ള അവകാശമുണ്ട്. ദയവായും നിങ്ങൾ ശ്രദ്ധയോടെ ആ ദിവസത്തെ ഓർക്കുകയും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. അതുപോലെ ഡിസംബർ 11-ാം തീയതി തൃശ്ശൂർ ഭാഗത്ത് നമ്മുടെ മീറ്റിംഗ് എല്ലാ മാസത്തിലും 2-ാമത്തെ ശനിയാഴ്ച നടന്നു വരുന്ന മീറ്റിംഗ് ആണ്. വരുന്ന മാസം ഡിസംബർ 11-ാം തീയതി തൃശ്ശൂർ ഭാഗത്ത് ചെമ്പുകാവ് റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. TV പ്രേക്ഷക സംഗമം നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിനെയും നിങ്ങൾ ഓർക്കുകയും തൃശ്ശൂർ ഭാഗത്തുള്ള എല്ലാ സഹോദരന്മാർ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നതുപോലെ ആ മീറ്റിങ്ങിന് എത്തിച്ചേരുകയും ചെയ്യുക. വരുവിൻ, നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അത് നമുക്കേവർക്കും ദൈവം അനുഗ്രഹമാക്കി തീർക്കും. കഥാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തയ്ക്കായി ഒരു ഭാഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം നാഴി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഈ ഭാഗത്തിനകത്ത് നമ്മൾ കാണുന്നത് പത്രോസും യോഹന്നാനും
എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ രണ്ടുപേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായി ഹല്ലേലൂയ ദിനം പ്രതി പോകുമാർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ രണ്ടുപേർ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരായ ഈ രണ്ടുപേർ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ ആ ഭാഗത്ത് ദൈവിക അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ വന്നതിന് ശേഷം ഹല്ലേലൂയ ഇവർ ദൈവത്തിന്റെ സന്നിധി അഭിഷേകത്തിന്റെ ശക്തിയോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ, ആ മനുഷ്യൻ ജനിച്ചപ്പോൾ മുതൽ, ഒരുപക്ഷെ ജനിച്ചെടുക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ കാലിന് വളവുണ്ടായിരുന്നിരിക്കാം, നടക്കാൻ കഴിയില്ല എന്ന ഡോക്ടർമാർ വിധി എഴുതത്തക്ക രീതിയിൽ അവന്റെ കാലിന്, ആ കുഞ്ഞിന്റെ കാലിന്, ജനിച്ച കുഞ്ഞിന്റെ കാലിന് അല്ലെ ബലഹീനതയുണ്ടായിരുന്നിരിക്കാം. അവൻ ജനിച്ചതിന് ശേഷം നടന്നിട്ടില്ല. ആ മനുഷ്യന്റെ പ്രായം ഏകദേശം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 4:22 വാക്യം നമ്മൾ പഠിച്ചു നോക്കിയാൽ ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഏകദേശം ആ മനുഷ്യൻ 40 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ഈ 40 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യൻ ഹല്ലേലൂയ ഈ മുടന്തനായ മനുഷ്യനെ കുറിച്ച് പറയുന്നു. ഈ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു പതിവുണ്ട്. ആ പതിവ് ഇങ്ങനെയാണ്, ഹല്ലേലൂയ എല്ലാ ദിവസവും രാവിലെ ചിലർ ചേർന്ന് ഈ മനുഷ്യനെ തൻ്റെ ഭവനത്തിനകത്തുനിന്ന് എടുത്ത് സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ അല്ലെ കൊണ്ട് ഇരുത്തും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് ജീവിക്കാൻ വേണ്ട വക കണ്ടെത്തേണ്ടതിന്, ആ മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന സാമ്പത്തികം സമ്പത്ത് കണ്ടെത്തേണ്ടതിന് മറ്റുള്ളവരോട് ഭിക്ഷ യാചിക്കാൻ ഈ ദൈവാലയ ഗോപുരത്തിങ്കൽ ഇരുത്തും. അന്നത്തെ കാലത്ത് ഗവൺമെന്റ് അംഗീകൃതമായി ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ ഭിക്ഷ യാചിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ജനനം മുതൽ മുടന്തനായതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചു, ഇവന് ജീവിക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ആരുടെയൊക്കെയോ കരുണയിൽ ജീവിക്കുന്ന കഴിഞ്ഞ 40 വർഷമായി മറ്റുള്ളവരുടെ ആദ്യത്തെ ചില നാളുകൾ അമ്മയും അപ്പനും ഒരു കുഞ്ഞിനെ പോറ്റുന്നത് പോലെ, സാധാരണ ഒരു കുഞ്ഞിനെ പോറ്റുന്നത് പോലെ ഈ മകനെ പോറ്റിക്കാണണം. ഹല്ലേലൂയ 15, 16, 17 ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ അധ്വാനിച്ച് ജീവിക്കേണ്ടുന്ന പ്രായമെത്തിയപ്പോൾ ഇവനെ കൊണ്ടുവന്ന് ഈ ദൈവാലയ ഗോപുരത്തിങ്കൽ മറ്റുള്ളവരോട് ഭിക്ഷയാചിപ്പാൻ ഇരുത്താറുണ്ട്. അവിടെ വചനം പറയുന്നു, ദിനം പ്രതി ഹല്ലേലൂയ എല്ലാ ദിവസവും രാവിലെ സാധാരണ ഒരു വ്യക്തി ജോലിക്ക് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് താൻ ജോലിക്ക് കടന്നു പോകും, ഡ്രസ് ചെയ്ത് ജോലിക്ക് കടന്നു പോകുന്നത് പോലെ ഈ മനുഷ്യൻ ദിനം പ്രതി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത്, ഈ മുടന്തനായ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഒരു പതിവുണ്ട്. അത് മറ്റൊന്നുമല്ല, എല്ലാ ദിവസവും മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷ യാചിക്കുവാൻ വേണ്ടി ഇവൻ ആ ദൈവാലയ ഗോപുരത്തിങ്കൽ ഇവനെ ചിലർ ചേർന്ന് കൊണ്ടുവന്ന് ഇരുത്തുമാറുണ്ട്. അതുപോലെ ഒരു ദിവസത്തിൽ ഹല്ലേലൂയ ഈ മനുഷ്യൻ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ആ ദിവസത്തെ കുറിച്ച് എടുത്തു പറയുന്നു, പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ദൈവാലയത്തിലേക്ക് 9-ാം മണി നേരത്ത് കടന്നു വരികയാണ്. പത്രോസും യോഹന്നാനും രണ്ടുപേരും ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവിക അഭിഷേകം പ്രാപിച്ച് ദൈവിക അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് ഇവരെ മാളിക മുറിക്കകത്തുനിന്ന് പുറത്തു വരികയാണ്. അതേ സമയത്താണ് ഈ മനുഷ്യൻ മുടന്തനായിട്ട് വഴിയരികയിരുന്ന് ഭിക്ഷയാചിക്കുന്നു. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന് ഇവന്റെ പതിവ് എന്താണെന്ന് അറിയാമോ? എല്ലാ ദിവസവും രാവിലെ ദിനം പ്രതി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പതിവായി ഈ മനുഷ്യൻ ഭിക്ഷയാചിക്കാൻ വേണ്ടി ഈ ദൈവാലയം എന്ന ഗോപുരത്തിങ്കൽ ഇരിക്കുമാറുണ്ട്. എല്ലാവരും ദൈവാലയത്തിനകത്തേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ കഴിഞ്ഞ 40ഓളം വർഷമായി ഈ മനുഷ്യൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭിക്ഷയാചിക്കാന്, ഒരിക്കലും അവന്റെ പേരിന് ഒരു നന്മയുടെ അഡ്രസ്സിൽ, ഒരു നല്ലൊരു അഡ്രസ്സിൽ ഇവൻ മുടന്തനായ ഒരു മനുഷ്യന് എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് തനിക്ക് പരസഹായമല്ല ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് താൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന മനുഷ്യനായി ആ ദൈവാലയ ഗോപുരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യനെ കണ്ടു. അന്നേ ദിവസം പത്രോസും യോഹന്നാനും ഈ മനുഷ്യന്റെ മുമ്പിലൂടെ ദൈവാലയത്തിലേക്ക് കയറി പോവുകയാണ്. ഞാൻ പറയാം, പത്രോസും യോഹന്നാനും ഈ മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന ദിവസം അത് സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ദിവസമായിരുന്നു. അന്നുവരെ അവന്റെ ജീവിതത്തിനകത്ത് അവൻ ജനിച്ചു എന്നു മുതൽ അല്ലെങ്കിൽ അവന്റെ അറിവായ പ്രായം
മുതൽ അവൻ അറിഞ്ഞു വന്ന് അവൻ ജീവിതത്തിൽ അനുഭവിച്ചു വന്ന് അവന്റെ ജീവിതത്തിനകത്ത് പതിവ് പോലെ സംഭവിച്ചുകൊണ്ടിരുന്ന ചില പതിവുകൾ അന്നത്തോടെ മാറുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില പതിവുകൾ നടന്നു വരുന്നുണ്ടാകാം. ചില പതിവുകൾ എത്രയോ വർഷമായി കടബാധ്യത തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി രോഗം നിങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി നിന്ദിക്കപ്പെടാൻ തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ പലവിധമായ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒന്നിന് പുറകെ ഒന്നായി പതിവ് പോലെ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും കണ്ണുനീരുകളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നിന് പുറകെ ഒന്നായി നിങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. ഈ ഭജന ഭാഗത്തു നിന്നും നമ്മൾ പഠിച്ചാൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങളെ തേടി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളെ തേടി വരുന്നത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഈ സമയം വരെ നിങ്ങളെ പിന്തുടർന്നു വന്ന ചില പതിവുകളെ മാറ്റുവാനാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ദൂത് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, കർത്താവേ, അങ്ങനാണെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് വർഷങ്ങളായി എൻ്റെ തിന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരോട് ഞാൻ നിന്ദിക്കപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പതിവുകളെ സ്വർഗം ഇന്ന് മാറ്റണമെന്ന് പറയുവാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള പതിവുകളെ മാറ്റുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ഭവനത്തിനകത്തായിരിക്കുമ്പോൾ പലവിധമായ വിഷയങ്ങളുടെ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നതായിരിക്കാം. കടബാധ്യത വർഷങ്ങളായി നിങ്ങളുടെ അറിവായ പ്രായം മുതൽ ബാധ്യതകളെ നിങ്ങളെ വിട്ടുമാറാതെ നിങ്ങളെ പിന്തുടരുന്നതായിരിക്കാം. ഒരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്തെ കടം വീട്ടുന്നു എന്നതുപോലെ ചില ബാധ്യതകൾ ഇങ്ങനെ ആവർത്തന പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പതിവ് പോലെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പതിവെന്താ? ഹല്ലേലൂയ. പല ബിസിനസ്സുകൾ ചെയ്തു, ഇവിടെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു, അവിടെ പൊട്ടി, അടുത്ത ബിസിനസ് തുടങ്ങി, അവിടെയും പരാജയപ്പെട്ടു. ഇങ്ങനെ തകർച്ചയുടെ ഒരു പതിവിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഞാനൊരു കാര്യം പകൽക്കാലം ഞാൻ ഈ ഭാഗത്തു നിന്നൊരു ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു വരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പതിവുകളെ മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് ശക്തിയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെ ഞാൻ കണ്ടുവരുന്ന തകർച്ചയ്ക്കായി എനിക്ക് വിരോധമായി തല ഉയർത്തി നിൽക്കുന്ന ചില പതിവുകളെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ മുടന്തനായ മനുഷ്യന് പറയാനൊന്നുണ്ട്. ജനിച്ച അന്നു മുതൽ മറ്റുള്ളവൻ്റെ മുമ്പിൽ ഒന്ന് തല നിവർത്തി നിൽപ്പാൻ കഴിയാതെ ഞാൻ തകർന്നവനെ പോലെ, ലജ്ജിക്കപ്പെട്ടവനെ പോലെ ദിനംതോറും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുക, പതിവ് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ ഒരു പതിവ് ഈ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ഒരു ദിവസം പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യന് വേണ്ടി കണ്ടുവച്ചിരുന്ന അന്നേ ദിവസം ഹല്ലേലൂയ പതിവ് പോലെ ഇവൻ കൈനീട്ടുമ്പോൾ മുൻപിൽ വന്ന് നിന്നിരുന്നത് സാധാരണ നാണയത്തൊട്ട് കൊടുത്തിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. വചനം പറയുന്നു, പത്രോസും യോഹന്നാനും ആ വഴി വരുന്നത് കണ്ടിട്ട് അവരോട് ഈ മനുഷ്യൻ ഭിക്ഷ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഇവർ വരുന്ന സാഹചര്യം ഒന്ന് നോക്കിയേ. ഇവർ ചില ദിവസങ്ങളായി ഇവർ മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്ന് ദൈവിക അഭിഷേകം പ്രാപിച്ച് പുറത്തിറങ്ങുക. ഇവരുടെ കയ്യിലേക്ക് പത്രോസിന് വചനം പറയുന്നു, ഈ മനുഷ്യൻ ഭിക്ഷ യാചിക്കുമ്പോൾ പത്രോസും യോഹന്നാനും പോക്കറ്റിൽ നിന്ന് കുറച്ച് ചില്ലറ നാണയമെടുത്ത് ഈ മനുഷ്യന്റെ കയ്യിലേക്ക് കൈമാറണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചിന്തിക്കുന്നു, ഇവരുടെ കയ്യിൽ ആ നാണയത്തുട്ടുകളില്ല. കാരണം ഹല്ലേലൂയ, യേശു കർത്താവ് വിളിച്ചിറക്കുമ്പോൾ ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, കർത്താവ് എന്തൊക്കെയോ കൊടുക്കുമെന്ന്. പക്ഷെ 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു കർത്താവ് ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇവരുടെ കയ്യിലേക്ക് കൈമാറിയത് കുറച്ച് ചില്ലറ തുട്ടുകളായിരുന്നില്ല, കുറച്ച് നാണയങ്ങളായിരുന്നില്ല, കുറച്ച് സമ്പത്തായിരുന്നില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെയും കയ്യിലേക്ക് കർത്താവ് കൈമാറിയ നാണയത്തുട്ടുകളായിരുന്നില്ല, അതിലും വലുതായ മറ്റൊന്നായിരുന്നു. അതായിരുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തിയേറിയ അഭിഷേകം. ഹല്ലേലൂയ. ഇവർ നോക്കുമ്പോൾ ഇവരുടെ പോക്കറ്റിനകത്ത് ഈ മനുഷ്യനെ കൊടുക്കുവാൻ, ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യമായ നാണയത്തുട്ടുകളില്ല. വചനം പറയുന്നവർ പരസ്പരം നോക്കി. ഇവർക്കറിയാം, ഞങ്ങളുടെ കയ്യിൽ ഈ മനുഷ്യനെ ആഗ്രഹിക്കുന്ന, ഇവർ ആകാംക്ഷയോടെ നോക്കുന്ന നാണയത്തുട്ടുകൾ കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ട്, ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയാത്ത ഒന്ന് ഇവന്റെ കയ്യിലേക്ക് കൈമാറുവാൻ ഞങ്ങളുടെ ഉള്ളിലുള്ള
ദൈവശക്തിക്ക് കഴിയും എന്ന് തിരിച്ചറിഞ്ഞ പത്രോസും യോഹന്നാനും. ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ലോകം നിങ്ങളെ സഹായിച്ചാൽ, ഒരുപക്ഷെ കുറച്ച് മെഡിസിൻ വാങ്ങാൻ നിങ്ങളെ സഹായിച്ചെന്നിരിക്കാം, ലോൺ അടയ്ക്കുവാൻ നിങ്ങളെ സഹായിച്ചെന്നിരിക്കാം, കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ ഒരു ഭവനം തന്നിരിക്കാം, ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സാമ്പത്തിക സഹായം ഈ ലോകം നിങ്ങൾക്ക് തന്നിരിക്കാം. പക്ഷെ ലോകത്തിന് തരുവാൻ കഴിയാത്തത് ചിലത് ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ പരാജയത്തെ മാറ്റുവാൻ, ഇനിയും നിങ്ങളെ പിന്തുടരാവുന്ന പരാജയങ്ങളെ മാറ്റുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നലകളെ തകർച്ചകൾ മാറ്റുവാൻ, ഇന്നലകളെ തകർച്ചകളെ പതിവുകളെ മാറ്റുവാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും അറിയാം, ഞങ്ങൾ ഈ മനുഷ്യൻ നാണയത്തൊട്ട് കൊടുത്താൽ നാളെയും ഈ മനുഷ്യൻ ലജ്ജിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ടിരിക്കും, അവരുടെ കയ്യിൽ അത് ഇല്ലതാനും. ഹല്ലേലൂയ. ഇവർ വചനം പറയുന്നു, പത്രോസും യോഹന്നാനും പരസ്പരം ഒന്ന് നോക്കി, അവർക്ക് പറയാനൊന്നുണ്ട്. അല്ലയോ മനുഷ്യ, നീ ചോദിച്ചതൊന്നും തരുവാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെ വിളിച്ചിറക്കിയവൻ, മനുഷ്യരെ പിടിക്കാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ അങ്ങനെയുള്ളവരാക്കി തീർക്കുമ്പോൾ ഞങ്ങളെ നോക്കി വാഗ്ദത്തം പറഞ്ഞവൻ, അല്ല ഞങ്ങളുടെ കയ്യിലേക്ക് നാണയത്തൊട്ടല്ല തന്നത്. ആർക്കും കാണുവാൻ കഴിയാത്ത, പക്ഷെ സകലർക്കും അത്ഭുതകരമായ ഒരു ദൈവശക്തി പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ചില പതിവുകളെ മാറ്റാൻ തുടങ്ങുമ്പോൾ അതൊരിക്കലും താഴ്ചയ്ക്കായി വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ അതൊരിക്കലും താഴ്ചയ്ക്കായി വരത്തില്ല. നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു പടി കൂടെ ഉയർച്ചയ്ക്ക് മാത്രമേ ഈ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിക്കത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതായിരിക്കാം, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ട് സഹോദരി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നാളുകളായി, ഞാൻ നിന്ന ലെവലിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ന്നതല്ലാതെ എനിക്ക് ഉയർച്ച പ്രാപിപ്പാൻ കഴിയത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് ഞാനൊരു കാര്യം പറയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിന് 75 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അവൻ എന്നെ താഴ്ത്തിയിരിക്കുന്നതും വിശ്വസ്തയോടെ അങ്ങനെ താഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറയും, വിശ്വസ്തയോടെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു താഴ്ച വന്നു. ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാ. പക്ഷെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു താഴ്ച വന്നത് അത് ദൈവം വിശ്വസ്തയോടെ എന്നെ താഴ്ത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പകൽക്കാലം ദൈവം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പതിവ് മാറ്റുവാനായി നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവം അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, അതൊരിക്കലും താഴ്ചയ്ക്കായി തീരത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ചയ്ക്കായി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. യോസേഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വാഗ്ദത്തം പ്രാപിച്ച് ദർശനം കണ്ട് ആ നാൾ മുതൽ കഷ്ടപ്പാട് തുടങ്ങിയത് യോസേഫിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞേനെ, കർത്താവേ, അങ്ങയോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങയുടെ ദർശനം പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് കഷ്ടതയാന്ന് പറഞ്ഞേനെ. പക്ഷെ യോസേഫ് പറഞ്ഞില്ല. യോസേഫിന് അറിയാം, കർത്താവേ, അങ്ങനെ താഴ്ത്തിയിരിക്കുന്നതും വിശ്വസ്തയോടെ എന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ ഒരു കഷ്ടതയിൽ നിന്ന് ഒരു കഷ്ടത എന്ന പോലെ പൊട്ടക്കിണറ്റിലേക്ക് അവിടെ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിൽ അടിമയായി, അവിടെ നിന്ന് കാരാഗ്രഹത്തിനകത്തേക്ക് ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ അല്ല തൻ്റെ ജീവിതത്തിനകത്ത് വരുമ്പോഴും അവഗണനകളിലൂടെ താൻ കടന്നു പോകുമ്പോഴും യോസേഫിന് പറയാനൊന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വാഗ്ദത്തം തന്നെങ്കിൽ അതിനെ ഹല്ലേലൂയ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന താഴ്ച, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത അതൊരിക്കലും തകർച്ചയ്ക്കായല്ല, അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ ഉയർച്ചയ്ക്കായി തീർക്കുന്ന, എൻ്റെ ഉയർച്ചയ്ക്കായി ചിലതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഉറപ്പ് യോസേഫിനുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പതിവ് മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരിക്കലും താഴ്ചയ്ക്കായി വരത്തില്ല. ഒരു പക്ഷേ ദർശനം പ്രാപിച്ചിട്ട്, വാഗ്ദത്തം പ്രാപിച്ചിട്ട്, ദൈവത്തെ ആരാധിച്ചിട്ട് ചില കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവർ, ഞാൻ പറയാം, ആ കഷ്ടത നിന്നെ ഒതുക്കിക്കളയത്തില്ല. അതിൻ്റെ നടുവിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നിശ്ചയമായി പുറത്തു കൊണ്ടുവരും. അതൊരിക്കലും താഴ്ചയ്ക്കായി തീരത്തില്ല. അത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഉയർച്ചയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരട്ടെ ഈ ഭാഗത്തിലേക്ക്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് പറയുന്നു, ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും ഭിക്ഷയാചിക്കുന്നത് കണ്ടിട്ട് ഇവർ പരസ്പരം നോക്കി, ഈ മനുഷ്യൻ ചോദിക്കുന്നത് കണ്ട് ഇവർ പരസ്പരം നോക്കി. ഇവർ പറയാനുണ്ട്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഹല്ലേലൂയ. അല്ലയോ സഹോദര, നീ ചോദിക്കുന്നത് തരാൻ ഞങ്ങളുടെ കയ്യിൽ. അവരങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. നോക്കുക, ഞങ്ങളെ നോക്കുക എന്ന് പറയുന്നത് പറയുക, ഹല്ലേലൂയ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ഇതിവർ പറയുന്നതിന് മുമ്പ് സംഭവിച്ച മറ്റൊന്നുണ്ട്.
ഇതുവരെ പറയുന്നതിന് മുമ്പ് ഹല്ലേലൂയ വചനം പറയുന്നു, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഹല്ലേലൂയ, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അല്ല, എന്താ ഈ ഉറ്റുനോക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ, ഉറ്റുനോക്കുക എന്ന് പറയാൻ ഒരു അർത്ഥമുണ്ട്. ലുസ്ത്രയിലെ അതിനുശേഷം ഒരു അപ്പോസ്തല പ്രവർത്തികൾ തന്നെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അതിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ലുസ്ത്രയിലുള്ള മുടന്തനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. ആ മനുഷ്യൻ ഹല്ലേലൂയ ഈ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണ്. ലുസ്ത്രയിൽ മുടന്തനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പൗലോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കയിൽ ഹല്ലേലൂയ പൗലോസിനെ ഉറ്റുനോക്കി. ഹല്ലേലൂയ, ഈ ഉറ്റുനോക്കുന്ന നോട്ടത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ പൗലോസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. സൗഖ്യമാകുവാൻ അവന് വിശ്വാസം ഉണ്ട് എന്ന് പൗലോസ് കണ്ടിട്ട് കാലൂന്നി എഴുന്നേറ്റ് നിൽക്ക എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. ക്ഷണത്തിൽ ആ മനുഷ്യൻ സൗഖ്യമായി എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. അവിടെ നോക്കിയേ, ലുസ്ത്രയിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പ്രസംഗം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ മുടന്തനായ മനുഷ്യന് പറയാനൊന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ പൗലോസിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ വിശ്വാസം വർദ്ധിച്ചു. എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ ജനനം മുതൽ ഇന്നയോളം മുടന്തനായ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ മുടന്ത് മാറ്റത്തക്കവണ്ണം ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അത് തൻ്റെ നോട്ടത്തിലൂടെ പൗലോസിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ, അത് തൻ്റെ സൗഖ്യത്തിന് കാരണമായി തീർന്നെങ്കിൽ ഇവിടെ വചനം പറയുന്നു, നോക്കിക്കൊണ്ടിരുന്ന ഈ മുടന്തനായ മനുഷ്യന് ഇന്നുവരെ ഇവർ ഒരു മുടന്തനെ സൗഖ്യമാക്കിയത് അറിയത്തില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് പ്രതീക്ഷ അല്ലയോ കുറച്ച് നാണയത്തുട്ടുകൾ കിട്ടുമെന്നാണ്. പക്ഷെ വചനം പറയുന്നു, പത്രോസ് യോഹന്നാനോടുകൂടെ ആ മനുഷ്യനെ ഉറ്റുനോക്കി എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ഞങ്ങളുടെ കയ്യിൽ അല്ലയോ സഹോദര, ഞങ്ങളുടെ കയ്യിൽ നിന്റെ കയ്യിലേക്ക് കൈമാറുവാനുള്ള വെള്ളിയോ പൊന്നോ നിനക്ക് തരാനുള്ള നാണയത്തുട്ടുകളോ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അതിന് പകരം നിനക്കൊട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, നസറാനായ യേശുവിൻ്റെ നാമം. ആ നാമത്തിന് നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ കഴിയും. നിന്റെ പതിവിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. നിന്റെ ഇന്നലകളിലെ തകർച്ചകളെ ചേഞ്ച് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ ചിന്തയൊന്ന്, ആ മനുഷ്യന്റെ ഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അവൻ ആ മനുഷ്യനോട് പറയുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഹല്ലേലൂയ, ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ജനനം മുതൽ നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന മുടന്തിന്റെ ശക്തിയെ പുറത്താക്കി നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ കഴിവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ നാണയത്തുട്ടില്ല, പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ അതിലും വലിയ വേറൊന്നുണ്ട്. അതിന് ആ ശക്തി നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ആ ബലം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ആ നാമം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ജനനം മുതൽ ഇന്നുവരെ നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന മുടന്തുണ്ടല്ലോ, നിന്നെ മുടന്തനെന്ന് പേര് കുത്തിയിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ന്യൂനതയുണ്ടല്ലോ, അതിനെ മാറ്റുവാൻ ഞങ്ങൾ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവർ പറഞ്ഞ വാക്ക് കേട്ട് ഇവരുടെ ഉള്ളിൽ വിശ്വാസം ചലിക്കുമ്പോൾ, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഉള്ളിൽ വിശ്വാസം ചലിക്കുമ്പോൾ ആ വിശ്വാസം വിടുതലായി മുടന്തനായ മനുഷ്യൻ്റെ മേൽ പകരപ്പെട്ടു. ഹല്ലേലൂയ. ഇവർ കൈ കൊടുത്തു. വചനം പറയുന്നു, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് വലം കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയിൽ നിങ്ങൾ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണോ? ഉടവിലൂടെ നടക്കുന്ന വ്യക്തിയാണോ? തകർച്ചയിലൂടെ നടക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പതിവിനെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയെ മാറ്റുവാൻ, ഇന്നലകൾ നിങ്ങളെ പിന്തുടർന്ന് വരുന്ന ഉടവിനെ മാറ്റുവാൻ, തകർച്ചകളെ മാറ്റുവാൻ, ബിസിനസ്സിലുള്ള തകർച്ചകളെ മാറ്റുവാൻ, ബാധ്യതകളെ മാറ്റുവാൻ, നിങ്ങളെ പിന്തുടർന്ന് വരുന്ന രോഗത്തിൻ്റെ പതിവിനെ മാറ്റുവാൻ, ഹല്ലേലൂയ, എന്താ നിങ്ങളെ പതിവായി പിടിച്ചു വെച്ചിരിക്കുന്ന ഏത് പ്രതിസന്ധിയോ നിങ്ങൾ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ ഉടച്ചു കളയുവാൻ, ഒതുക്കി കളയാൻ നോക്കുന്നത്, അതിനകത്ത് നിങ്ങളെ പുറത്തെടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ ദൈവവചനങ്ങളെ കേട്ടു ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറാൻ പോവുക. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ രോഗത്തോടെ, ഭാരത്തോടെ, പ്രശ്നങ്ങളോടെ, ബിസിനസ്സിൻ്റെ തകർച്ചയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യെസ്, കർത്താവ് ഇപ്പോൾ നിങ്ങൾക്കൊരു വിടുതല തരാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നു? കർത്താവ് എന്നെ വിടുവിക്കും. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുന്നുണ്ട്. എന്നോടൊപ്പം ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ,
ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന കുടുംബങ്ങളെ ഞാൻ ഓർക്കുകയാണ് കർത്താവെ. രോഗമുള്ളവർ അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ വലത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ ഒരു സൗഖ്യത്തെ നിങ്ങളുടെ ബലയിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ആ രോഗികളായിരിക്കുന്നവർ കർത്താവരുടെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ഇറങ്ങട്ടെ. പൈശാചികന്റെ വെല്ലുവിളികൾ മാറട്ടെ. കർത്താവിൻ്റെ കരം അവരെ സ്പർശിക്കട്ടെ. കർത്താവ് ബിസിനസ്സുകളിൽ തകർന്നവർക്കും ബിസിനസ്സുകളുടെ വഴികൾ തുറക്കട്ടെ. കർത്താവ് ഉപജീവന മാർഗ്ഗങ്ങൾ വിദേശത്ത് പോകാൻ കഴിയാതെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവർക്ക് വാതിലുകളും വഴികളും തുറക്കട്ടെ. കമ്പനികൾ കർത്താവ് പൂട്ടപ്പെട്ട് കർത്താവ് ജോലികൾ നഷ്ടപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. കർത്താവ് കർത്താവെ ഉപജീവനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ട തലമുറകളുണ്ടല്ലോ, ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ തകർച്ചകൾ വന്നിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവ് വ്യക്തികൾ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ച കൊണ്ടേക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട്, വിളിക്കുക. ആമേൻ. കൂടാതെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇമെയിലുണ്ട്, നിങ്ങൾക്കതിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ആമേൻ. അതുപോലെ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പൗരുഷൻ എപ്പിസോഡുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് പ്രോഗ്രാമുകൾ, കൺവെൻഷൻ പ്രോഗ്രാമുകൾ, ഫാസ്റ്റിംഗ് പ്രെയർ, സൺഡേ സർവീസ്, പുതിയ പാട്ടുകൾ, വർഷിപ്പുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പാസ്റ്റർ റെജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളതിൻ്റെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ പ്രോഗ്രാമുകൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നതാണ്. പലരുടെയും സ്പോൺസർഷിപ്പിലാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും ഈ പ്രോഗ്രാം, ഒരു ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ദയവായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കാണുന്ന ആ പ്രെയർ ലൈൻ നമ്പർ 9995233633 എന്ന നമ്പർ ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും കൂടെയാണ്. നിങ്ങൾക്ക് അങ്ങനെയും സെൻഡ് ചെയ്യാനുള്ള സാവകാശമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുവോളം കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.